എന്തായിരുന്നു വരുമ്പോ ഡയലോഗ്? പക്ഷെ നേരിട്ട് കണ്ടപ്പോ അടിപൊളി ഫീല്. അത് ഞാൻ ഒപ്പുള്ളതുണ്ടാവും. അയ്യടാ ക്ലൈമറ്റ് ഭയങ്കര രസമായിട്ട്. എന്തോന്ന് ഏതാ ഭാഷ? ആര് കേരളോ? ഒന്ന് പോടാ അവിടുന്ന്. ഒന്നാമത് അയാൾ ഇവിടെ നോക്കാൻ നിൽക്കുന്ന. അത് മാത്രമല്ല അയാൾ തോണറോടൊന്നും പറയാൻ പാടില്ല. നമ്മള് രാവിലെ പോവാന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖത്തൊരു സന്തോഷം. കാശല്ലേ കിട്ടുന്നേ? പിന്നല്ല. അത് പിന്നെ പറയാനുണ്ടോ? ഉറപ്പുള്ള കാര്യമില്ല. ഈ കാശ് അയാളുടെ പോക്കിലോട്ട് പോകല. പിന്നല്ല. എങ്ങോട്ടാടാ എന്നാ പറ്റിടാ? നിങ്ങക്ക് വേറെ പ്രശ്നമൊന്നുമില്ലേ? ഇല്ല. ചിക്കൻ ഇത്രയും തിന്നു കയറ്റി ഇവനല്ലല്ലോ പ്രശ്നം. വലിച്ചു വാരി തിന്നുവായിരുന്നു. എടാ നമുക്കിതുപോലെ ഒരു സെറ്റപ്പ് വാങ്ങിയാലോ? കിട്ടുമായിരിക്കും. നല്ല രസമായിരിക്കും. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് ഇതുപോലെ ഒന്ന് വാങ്ങിക്കാൻ. ഇവിടെ അല്ല, എവിടെയാ? ആംസ്റ്റർഡാം. ഞാൻ തമാശ പറയാല്ല. സീരിയസ് ആയിട്ട് ഒരു രക്ഷയില്ല. ചുമ്മാ എല്ലായിടത്തും എന്താടാ ആ കല്യാണ വീട്ടിലെ അമ്മാവനില്ലേ, അയാളുടെ കാര്യം പറയുന്നത്. അയാളെ എന്നെ പായസം കുടിക്കാൻ സമ്മതിച്ചില്ല. ഇവ എന്നിട്ട് അയാളുടെ പായസത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചു. കുറച്ച് ചോദിച്ചുള്ളൂ. ആവശ്യമില്ല. അയാൾ എല്ലായിടത്തും താലിയെടുത്തും എല്ലാം പ്രശ്നമായിരുന്നു. വെറുതെ അയാൾക്ക് വെച്ച പഴം ഇവിടുത്തെ കഴിച്ചു. ഞാൻ ചോദിച്ചുള്ളൂ. കഴിച്ചു ഒന്ന്. എനിക്കല്ല പൊക്കും തടിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നല്ല കൊടുക്കാന്നില്ല രണ്ടെണ്ണം. വലിയ ഡയലോഗ് അടിക്കും. എന്നിട്ട് എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചടി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ഇല്ല ഞാൻ തല്ലാണ്. പെണ്ണുങ്ങൾ ഇടയ്ക്ക് അളവ് നിൽക്കുന്നു ടൈം എല്ലാ ഫോട്ടോയിലും. എടാ ഭയങ്കര. നീ ഒറ്റയ്ക്കിരുന്ന് ചായ കുടിക്കാണോ? നീനു ഒരു കട്ടൻ പ്ലീസ്. നല്ലോട്ടെ പ്ലീസ്. പിന്നെ എനിക്കും വേണം. എനിക്കും വേണം കട്ടൻ. എടാ നീ വേണ്ടാത്തോണ്ടോ? അല്ല തണുപ്പല്ല. എടാ ഇവൻ എന്താടാ എടാ നീ ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കണോ? കുടിക്കണം ആഗ്രഹിച്ചു വന്നപ്പോ നിങ്ങൾ കട്ടൻ്റെ സംസാരിക്കണം. നീ കണ്ടില്ലേ ഇവനെ? എന്താടാ എടി നീ കണ്ടില്ലേ? നിനക്ക് ഓരോന്ന് ചുമ്മാ തോന്നിയായിരിക്കും. ഞാനൊരു കട്ടൻ ഇട്ടായിരുന്നു. നീ അവിടെ പോയിരിക്കും. കൊച്ചു പിള്ളേർ റീച്ച് കൂടാൻ ഇപ്പൊ എന്ത് ചെയ്യും? ലൈക്ക് മാത്രം പോരല്ലോ. അതിന് അതാ പറഞ്ഞ കമന്റ് ചെയ്ത് പുള്ളിക്കാരൻ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്തോ. എനിക്കൊന്നും കയ്യിലെ ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഇതൊന്നും പോരാണ്ടാണോ ഞാൻ അൽഫാം പറഞ്ഞു. ഹലോ. അയ്യോ പേടിച്ചോ? ഞെട്ടിച്ചാണെങ്കിലോ തിണ്ടി. അതെ ചുമ്മാ ഇരിക്കണോ? എന്നാ ഞാനൊരു പണി തരാം. എന്താണ്? ക്ലാസ് ഒക്കെ ഒന്ന് കഴി തന്നേ. പിന്നെന്താ? വാ. ഹലോ. കട്ടനായില്ലേ? ഇതുവരെ ആയില്ലേ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. ആ ഗ്ലാസ് എങ്കിലും ഒന്ന് കഴിയത്താ. പറഞ്ഞാ പോരാ, അതിനൊന്നും ചൂടാവണം. നാളെ മുതൽ ഓഫീസിൽ പോകണ്ട ആലോചിക്കുമ്പോ. നാളെ രാവിലെ നേരത്തെ ഇവിടുന്ന് പോകുമ്പോ നേരെ ഉറങ്ങാൻ പോലും സമയം. നാളെ ലീവാക്കി. തണുപ്പല്ലേ? ഒന്ന് പോയേക്കായിരുന്നു. നല്ല മൂട് ഇരിപ്പുണ്ട് എൻ്റെ. നിതീഷ് എടുത്ത് വെച്ചാലോ? നിതീഷേ എന്താടാ പുകയുണ്ടോ? എടാ ഒരു 1-2 ഉണ്ടാവും. നീ ഒന്ന് റൂം പോയിട്ട് നോക്കോ? പാന്റിന്റെ പോക്കറ്റിലുണ്ടാവും. എടാ നീ ഒന്ന് പോയിട്ടോ. നീ പോയിട്ട് വാ. ചെല്ലി. അന്യ അതിന് മുഖം തീർന്നില്ല. എടി അത് അവർക്ക് വേണ്ടിട്ട് വാങ്ങിയതാ. അത് ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച് അപ്പൊ നീ വലിച്ചില്ല? നല്ല തണുപ്പ്. മൂടിപ്പൊച്ച് കിടന്നൊക്കെ നല്ല എടാ കൊല്ലി ഞാൻ എല്ലാത്തിനും. നാളെ രാവിലെ വെളുപ്പിന് എണീറ്റോണം എല്ലാരും. എന്ത് തണുപ്പാടാ. ആണല്ലേ? അടിപൊളി. ഈ തണുപ്പത് വരെ വറച്ചു കിട്ടിയ സമാധാനം. സമാധാനം കിട്ടിയില്ല. എടാ പുക കിട്ടിയാന്ന്. പോകെ? അയ്യോ അത് ഞാൻ ലാസ്റ്റ് ഇപ്പൊ ടോയ്ലറ്റ് യൂസ് ചെയ്തേ. തീർന്നോ? നിന്റെ വേറെ ഉണ്ടോ? ഇനി വേറെ ഇല്ല. പോയി വാങ്ങിട്ട് വാ.
ഈ സമയത്തിന് ഇപ്പൊ കട തുറന്നിട്ടുണ്ടാവും. എവിടുന്നായാലും വേണ്ട സാധനം ഒപ്പിക്കുന്നേ. എൽദോച്ചോട്ട് വിളിച്ചാ പോരെ? എടാ അതിന് വിളിക്കാൻ ആരുടെയെങ്കിലും ഫോണിൽ റേഞ്ച് ഉണ്ടോ? BSNL കയ്യിലുണ്ടെങ്കിൽ വല്ല കാര്യം നടക്കും. BSNL ഉണ്ടോ? സ്റ്റാൻഡേ ഇല്ല. ആ പിന്നെ എങ്ങനെയാ? നീ ഒരു കാര്യം ചെയ്താ, നീ വന്നേ നമുക്ക് മേടിച്ചിട്ട് വരാം. ഇല്ലെങ്കിലേ വെള്ളമടിക്കകത്ത് വെറുതെ ഇരുന്ന് എന്താ ഉണ്ടാവില്ല. ഓ അപ്പൊ അങ്ങനെ ചില പ്ലാനിങ് ഉണ്ടല്ലേ? നിതീഷ നാളെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ പൊന്നു പോണ നാളെ നിന്നെ വിട്ട് തന്നാ പോരെ. എടാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നല്ലടാ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ. നീ വന്നില്ലേ? എനിക്ക് ഉറക്കണം, ഞാനൊന്നുമില്ല. നീ പോയെ? നീ എന്നെ ഉണർന്നിട്ട് വേണ്ട ഉറങ്ങാനായിട്ട്. എന്തുറക്കമാടാ. ഓടാ. മര്യാദക്ക് കട്ടനടിക്കാൻ സമ്മതിക്കൂല. വന്നിട്ട് മറ്റേ കട്ടൻ അടിക്കാം. അതിന് ഞാനൊട്ടും കുടിച്ചില്ല. എടാ ആ എന്താ നീ എന്നോട് പറയാതിരുന്നേ? അതിപ്പോ എന്ത് പറയാനാ, നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് വന്നതല്ലേ. നീ എടുത്തോണ്ടി. ഇതിപ്പോ എന്തത്ര സീരിയസ് ആക്കാൻ മാത്രമേ ഉള്ളത്? ഒന്നുമില്ല. നിന്നെ നാളെ രാവിലെ തന്നെ വിട്ടെന്നാ പോരെ. എന്തേലും ചെയ്യും. ആ രാവിലെ നേരത്തെ ഇറങ്ങാം പോരെ. എന്താണ്? എന്താ ഒന്നുമില്ലേ? എന്താ പരിപാടി? അവന്മാരെന്തോ വെള്ളടിയോ അങ്ങനെ എന്തോ പരിപാടി. ഓ അവന്മാര് മാത്രം? എനിക്കിഷ്ടല്ല, വൃത്തിയുടെ സാധനം. ഒരു പുണ്യാളൻ. നിനക്ക് ഇനി ആ സ്മെല്ലടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചു. ഇന്നൊരു സ്പെഷ്യൽ സ്നേഹമൊക്കെ ആണല്ലോ. സ്പെഷ്യൽ ഒന്നുമല്ല, ഇതൊക്കെ എപ്പോഴും ഉള്ളതാ. നീ മനസ്സിലാക്കാൻ. ഓഹോ എന്നിട്ട് എന്താണ്? നല്ല ചൂടല്ലേ? നല്ല തണുപ്പല്ലേ? തണുപ്പം എന്താ നിനക്കൊരു ഇളക്കം പോലെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? ഏയ് നിനക്കെന്താ പ്രശ്നം? എനിക്കെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കള്ളച്ചിരിയൊക്കെ അയ്യടാ ഉണ്ടല്ലോ. ഇല്ല. ഉണ്ട്. സ്റ്റേയുടെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര ചിരിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് എനിക്കുണ്ടല്ലോ. എനിക്ക് ശരിയൊന്നും തോന്നില്ല. ഉണ്ട്. എന്താ നിനക്കൊരു കള്ളത്തരം പോലെ? എന്ത് കള്ളത്തരം? ഇല്ല ഒരു കള്ളത്തരം മുഖത്ത്. എന്താണ്? അല്ല വല്ലതും നടന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാരാ? നീനു ഇവനാരാ? ഇതാരാ? ഇതാരടി? ആരാടാ? ആരാടാ നീ? ഒരേ പോലത്തെ ഡ്രസ്. ആരാണ് നീതാ? ഇതെന്താ എനിക്കറിയില്ല. എടീ ഇത് വേറെന്താണ്? എടാ ജോയ്, ഞാൻ ഒറിജിനല് അല്ലല്ല, അവൻ ഫേക്കാ. ഞാൻ ഒറിജിനല്. ഞാനാ. നീയാണോ? നീനു അവൻ്റെ അടുത്ത് പോവല്ലേ? ഇങ്ങോട്ട് വാ. വാ നീനു. ഞാനാണ് അവനല്ല. ഞാനാ നീനു. ഞാൻ അറിയില്ല. ഇവനാരാ? നീയാണോ? ഇവനാരാ? എന്നെ പോലൊരു ഇവനാരാ? വാ നീക്ക്. എടാ ഇവിടെ വേറെന്തോ ഉണ്ട്. നീ വാ ജോയ്. എടി വാ എടി, ഞാനത് വിശ്വസിക്ക് പ്ലീസ്. എടി നിന്നെ പള്ളിയിൽ വെച്ച് പ്രപ്പോസ് ചെയ്ത് നമ്മുടെ പ്ലാന് ഓൺ സൈറ്റ്. ഓ എനിക്കറിയില്ല താരാന്ന്. വാ വാ